അധ്യായം 38. വരുണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ മാധവ് മേനോൻ വരുൺ കീർത്തിയുമായി ശരിക്കും പ്രണയത്തിലാണെന്ന് നിഗമനത്തിലെത്തുന്നു. എന്നാൽ അതേസമയം കീർത്തി വരുണിന്റെ കൂടെയുള്ള ജീവിതം ഉപേക്ഷിച്ചു പോയാൽ വലിയൊരു അപകടം സംഭവിക്കുമെന്ന് അദ്ദേഹം സഞ്ജുവിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സഞ്ജു നിൽക്കുന്നു. ഇതൊന്നും അറിയാതെ വരുൺ കീർത്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നേരം പുലർച്ചെയാവാനായിട്ടും കീർത്തിയുടെ ഹാങ് ഓവർ മാറിയിട്ടുണ്ടായിരുന്നില്ല. റൂമിന് വെളിയിലെത്തിയ വരുൺ ആദ്യം വാതിലിന് പുറത്തുനിന്ന് അകത്തെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അകത്തുനിന്ന് കീർത്തിയുടെ അനക്കമൊന്നും കേൾക്കാഞ്ഞപ്പോൾ അവൻ വാതിൽ തുറന്ന് അകത്ത് കയറി. വാതിൽ തുറന്ന ഉടനെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് കീർത്തിയുടെ മേലാണ്. അവൻ അത്ഭുതപ്പെട്ടു. മുറിയിലെ ബെഡ് സൈഡ് ലാമ്പിന്റെ വെളിച്ചത്തിൽ കീർത്തി ബെഡിലിരുന്ന് അവളുടെ ടീഷർട്ട് ഊരിക്കളയാൻ ശ്രമിക്കുന്നത് കണ്ടു. മദ്യലഹരിയിലായിരുന്നതിനാൽ അവൾക്ക് ശരിക്കും അത് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവളുടെ ഇരു കൈകളും ടീഷർട്ടിനുള്ളിൽ കുടുങ്ങി കൈകൾ മുകളിലേക്ക് പൊന്തിച്ചൊരവസ്ഥയിൽ ഇരുന്ന് പിറുപിറുക്കുന്നതായിരുന്നു വരുൺ കണ്ടത്. അവന്റെ മുന്നിൽ അവളുടെ മാറിടം വ്യക്തമായി പ്രകടമായിരുന്നു. അത് കണ്ടതും വരുൺ അത് അവഗണിച്ച് മറുവശത്തേക്ക് മുഖം തിരിച്ചെങ്കിലും കീർത്തിയുടെ നിസ്സഹായതയോടെയുള്ള ചിണുങ്ങൽ അവന്റെ കാതുകളിലെത്തി. ആവോ, ഇത് കുടുങ്ങിപ്പോയി, ഊരാൻ പറ്റുന്നില്ല. യോ, എന്റെ കൈ ചൂടെടുക്കുന്നു. വരുൺ. അപ്പോഴും ടീഷർട്ട് കുടുങ്ങിയ കീർത്തി എന്താണ് ചെയ്യുന്നതെന്ന് ദൂരെ നിന്ന് വരുൺ നോക്കുകയായിരുന്നു. അവളുടെ നിസ്സഹായാവസ്ഥ കണ്ടതും അവൻ മറ്റൊന്നും ആലോചിക്കാതെ AC ഓണാക്കി കൊടുത്തു. പക്ഷെ താപനില പെട്ടെന്ന് കുറയുന്നത് കാരണം അവൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു എന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ AC കുറഞ്ഞ നിലയിലേക്കാക്കി വരുൺ കീർത്തിയുടെ അടുത്തേക്കെത്തി. അവൻ ടീഷർട്ടിൽ തൊട്ടപ്പോൾ പെട്ടെന്ന് ഭയന്ന് കീർത്തി അവന്റെ കൈകളിൽ കയറി പിടിച്ചു. വരുണിനെ കണ്ടതും അവൾക്ക് ആശ്വാസമായി. വരുൺ വന്നോ? ഞാൻ പേടിച്ചുപോയി. വരുൺ ഒന്നും മിണ്ടാതെ അവളുടെ ടീഷർട്ട് ഊരി മാറ്റി. അവൾ ഒരു കുഞ്ഞിനെ പോലെ അനങ്ങാതെ അവന്റെ മുന്നിൽ ഇരുന്നു കൊടുത്തു. വരുൺ കീർത്തിയുടെ അടുത്തിരുന്ന ശേഷം കീർത്തിയുടെ സുന്ദരമായ മുഖം തന്റെ കൈക്കുമ്പിളിൽ പിടിച്ചു. അവളുടെ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏയ് കീർത്തി, നോക്കിക്കേ, സമയം ഒരുപാടായി. മോൾ ആലോചിച്ചിരിക്കാതെ നല്ല കുട്ടിയായി കിടന്നുറങ്ങാൻ നോക്ക്. വാ, നമുക്കുറങ്ങാം. ഞാനില്ല. ഞാൻ ഓവറാണോ വരുൺ? എന്നോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തോണ്ടാണോ എന്നെ ഉറങ്ങാൻ പറയണേ? എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, നീ വേണം എനിക്ക്. നിന്റെ മണമില്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ ഒറ്റയ്ക്കാക്കി പോവോ? ഈ സമയം വരുണിന് കീർത്തിയോട് വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു. വരുൺ മെല്ലെ എഴുന്നേറ്റ് കീർത്തിയുടെ നെറ്റിയിൽ ചുംബിച്ച ശേഷം അവളുടെ കവിളിൽ തട്ടി പറഞ്ഞു, ഇയാൾ എന്നെ മിസ് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിപ്പോ നിന്റെ കൂടെ ഉറങ്ങാൻ പറ്റില്ല. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ നിന്റെ ഈ അവസ്ഥ മുതലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ രാവിലെ നീ ഓക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അതുവരെ ഉറങ്ങിക്കോ. ഇല്ലില്ല, ഇയാള് വീണ്ടും കള്ളം പറയാ. ഇയാൾ എപ്പോഴും എന്റെ അടുത്ത് കള്ളാ പറയുന്നത് അല്ലേ വരുൺ? പറയുമ്പോ എപ്പോഴും ഇയാൾ എന്റെയാ, പക്ഷെ സത്യത്തിൽ എന്റെ അല്ലല്ലോ. ഞാൻ ഇയാൾക്ക് ആരുമല്ല. മദ്യലഹരിയിൽ അബോധാവസ്ഥയിലാണെങ്കിലും കീർത്തി അവളുടെ ഉള്ളിലെ വിഷമങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. പറ വരുൺ, ഞാനീ പറഞ്ഞതെല്ലാം സത്യമല്ലേ? നീ എന്റേതാണെങ്കിൽ, നീ എന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നെങ്കിൽ നമുക്കിടയിൽ ഈ മുഖംമൂടിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? ശരിയാ, എഗ്രിമെന്റ് പ്രകാരം ഞാൻ ഇതിനെപ്പറ്റി പറയാൻ പാടില്ല. പക്ഷെ അറിയാതെ പറഞ്ഞു പോവാ. കാരണം ഈ പ്രണയം എന്ന് പറയുന്നതിൽ ഒന്നും ഒളിക്കാനില്ല. നമുക്കിടയിൽ പ്രണയം ഒരാൾക്ക് മാത്രമാണുള്ളത്, എനിക്ക് മാത്രം. ഞാൻ എന്നെ നിനക്ക് തരാൻ എപ്പോഴും ഒരുക്കുക. എത്രയോ തവണ നാണം കെട്ട് അതിനെ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ നിനക്ക് എന്നെ വേണ്ട. അങ്ങനെ വേണ്ടെങ്കിൽ ഒഴിവാക്കിക്കൂടെ? ഓരോ തവണ നീ എന്നെ റിജക്ട് ചെയ്യുമ്പോഴും ഞാൻ എത്രത്തോളം ഹേർട്ട് ആവുന്നെന്ന് നിനക്കറിയോ? സംസാരിച്ചുകൊണ്ട് കീർത്തി പെട്ടെന്ന് ഇമോഷണലായി. അവളുടെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകാൻ തുടങ്ങി. പറ വരുൺ, ഡു യു ലവ് മീ? എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടോ? ഒരു കരാറിനപ്പുറം ഞാൻ അറിയാതെ നിന്നെ സ്നേഹിച്ചു പോയി. വേണ്ടെന്ന് ഒരുപാട് തവണ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോവാ. കാരണം എന്നെ എന്റെ ജീവിതത്തിൽ ആരും ഇത്രത്തോളം കെയർ ചെയ്തിട്ടില്ല, ഇമ്പോർട്ടൻസ് തന്നിട്ടില്ല. അപ്പോ അല്ലാതെ വേറൊരാള് കരുണയോടൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. നീ എല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്.
ഒന്നൊഴിച്ച്, എന്നെ സ്നേഹിക്കുന്നതൊഴിച്ച്. കീർത്തിയുടെ ഈ ചോദ്യങ്ങൾക്ക് വരുണിന് മറുപടി ഉണ്ടായിരുന്നില്ല. ശ്വാസം അടക്കി പിടിച്ച് കീർത്തി പറയുന്നതെല്ലാം അവൻ കേൾക്കുകയായിരുന്നു. കീർത്തി പറയുന്നത് തുടർന്നു. വരുൺ, നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ എന്റെ ഭാര്യയാണെന്ന് പറ. നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറ. അതെങ്കിലും പറ പ്ലീസ്. ആദ്യം കീർത്തി പറഞ്ഞത് ചെയ്യാൻ അവനൊന്ന് മടിച്ചു. പക്ഷെ കീർത്തിയുടെ സങ്കടം അവനെ വല്ലാതെ ബാധിച്ചതും അവളെ സന്തോഷിപ്പിക്കാനായി അവൻ അതിന് തയ്യാറായി. വരുൺ കീർത്തിയുടെ 2 കൈകളും തന്റെ കൈകളിൽ മുറുകെ പിടിച്ചു പറഞ്ഞു. യെസ് കീർത്തി, യു ആർ മൈ വൈഫ്. എന്റെ പെണ്ണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാ തന്നെ. പോരെ? ഇത് കേട്ടതും കീർത്തി വരുണിനെ ചേർത്ത് പിടിച്ചു. അവന്റെ തോളിൽ തല ചായ്ച്ചു കിടന്നു. പതിയെ അവളുടെ പിറുപിറുപ്പുകൾ കുറഞ്ഞു വന്നു. അവൾ പൂർണ്ണമായും നിദ്രയിലേക്ക് വഴുതി വീണു. വരുൺ അവളെ പതിയെ കിടക്കയിലേക്ക് കിടത്തി. നഗ്നയായി കിടക്കുന്ന കീർത്തിയെ ഒന്ന് നോക്കി വരുൺ വേഗം പോയി ഒരു ടീഷർട്ട് എടുത്തുകൊണ്ടുവന്ന് അവളെ എങ്ങനെയൊക്കെയോ ധരിപ്പിച്ചു. രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ സ്വന്തം നഗ്നത കണ്ട് നാണിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുതെന്ന് അവന് നിർബന്ധമായിരുന്നു. ഡ്രസ്സ് ധരിപ്പിക്കുമ്പോൾ അവൾ ഇടയ്ക്ക് ഉണർന്നുവെങ്കിലും വരുണിന്റെ സ്നേഹപൂർണമായ തലോടലേറ്റ് ഉറക്കത്തിലേക്ക് വീണ്ടും വഴുതി വീണു. കീർത്തി ഉറങ്ങിയതിനു ശേഷവും കുറച്ചു നേരം കൂടി വരുൺ അവളെ നോക്കിയിരുന്നു. ഭാരപ്പെട്ട മനസ്സോടെ അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പക്ഷെ അവന്റെ ഹൃദയം കീർത്തി എന്നൊരു പെണ്ണിൽ വീണുപോയിരുന്നു. അവളുടെ സങ്കടങ്ങളെല്ലാം അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. പടികളിറങ്ങി താഴേക്ക് വന്ന അവൻ സഞ്ജുവിന്റെ ശബ്ദം കേട്ടു. അവൻ പെട്ടെന്ന് സഞ്ജുവിനെ വിളിച്ചു. സഞ്ജു, നീ ഉറങ്ങിയില്ലടാ? വലിയ ഇക്കളിക്കഥയും വായിച്ചിരിക്കുവാണോ? അതിന് ഉത്തരം നൽകുന്നതിന് പകരം സഞ്ജു മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത്. നീ എന്താ വരുൺ ഉറങ്ങാത്ത? അവന്റെ ചോദ്യത്തിന് വരുണിന്റെ മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. വരുൺ സഞ്ജുവിന്റെ അടുത്ത് ചെന്ന് അവന്റെ തോളിൽ കൈയിട്ടു. എന്നിട്ട് പറഞ്ഞു. നട്ടപ്പാതിരാക്കി കണ്ണി കണ്ട ഇറോട്ടിക് നോവലുകളൊക്കെ വായിക്കുന്നത് നിർത്തി കിടന്നുറങ്ങാൻ നോക്കടാ. ഇനി ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ഗുസ്തി പിടിക്കാം. പുറത്തേക്ക് വാ. വരുണിന്റെ സംസാരം കേട്ട് സഞ്ജു ഒന്ന് അമ്പരന്നു പോയി. പിന്നെ വരുണിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് അവൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. ഇന്നത്തെ ഉറക്കം പോയത് ഇറോട്ടിക് നോവലുകൾ വായിച്ചിട്ടല്ല, ഇറോട്ടിക് ശബ്ദരേഖ കേട്ടിട്ടാ. നിന്റെയും നിന്റെ കെട്ടിയോളുടെ അവിടത്തെ യുദ്ധം പോരാഞ്ഞിട്ടാണോ ഇപ്പോ എന്റെ അടുത്ത് ഗുസ്തി പിടിക്കാൻ വരുന്നത്? ആ യുദ്ധം തന്നെയാണ് മെയിൻ കാരണം. എനിക്കിപ്പോ ഒന്ന് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നീ ലോണിലേക്ക് വാ. സഞ്ജു വരുണിനെ അമ്പരന്ന് നോക്കി. വരുൺ സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന് അവന് മനസ്സിലായി. രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ അവന് വരുണിന്റെ മുഖം വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവന്റെ ശബ്ദം അത് സീരിയസ് ആയിരുന്നു. സഞ്ജു വരുണിന്റെ കയ്യിൽ പിടിച്ച് അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ബ്രോ, എന്താ പ്രശ്നം? നീ ഓക്കെ അല്ലേ? റൂമിൽ പോയി വന്നപ്പോഴേക്കും ഡിസ്റ്റർബ് ആവാൻ എന്താ ഉണ്ടായേ? സഞ്ജുവിന്റെ ഈ ചോദ്യങ്ങൾക്ക് വരുൺ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം സഞ്ജുവിനോട് അവന്റെ കൂടെ പുറത്തേക്ക് വരാൻ ആംഗ്യം കാട്ടുകയായിരുന്നു ചെയ്തത്. സഞ്ജു മനസ്സില്ലാ മനസ്സോടെ അവനെ പിന്തുടർന്നു. ലോണിലെത്തിയതും വരുൺ അവന്റെ നേരെ തിരിഞ്ഞു നിന്നു. വരുൺ പെട്ടെന്നൊരു ഭ്രാന്തനെ പോലെ സഞ്ജുവിന് നേരെ പാഞ്ഞെടുത്തു. സഞ്ജു ഞൊടിയിടയിൽ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി. കറങ്ങി തിരിഞ്ഞ് ഒന്ന് കൊടുത്തു. വരുൺ ആടി ഉലഞ്ഞ് നിലത്ത് വീണു. വീണ കിടന്നിടത്ത് നിന്ന് അവൻ സഞ്ജുവിനെ ചവിട്ടി വീഴ്ത്തി. വരുൺ ഒറ്റ മറിച്ചിൽ സഞ്ജുവിന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്നു. ഒരു ദയയും കാണിക്കാതെ പഞ്ച് ചെയ്യാൻ തുടങ്ങി. സഞ്ജു വരുണിന്റെ ഓരോ പഞ്ചും എങ്ങനെയൊക്കെയോ തടഞ്ഞുകൊണ്ടിരുന്നു. വരുൺ ഇടിച്ചിടിച്ച് കുഴങ്ങിയ അവസരത്തിൽ സഞ്ജു അവനെ മറിച്ചിട്ട് തിരിച്ച് അവനെ പഞ്ച് ചെയ്യാൻ തുടങ്ങി. അവർ പരസ്പരം കെട്ടിമറിഞ്ഞ് പോരാടിക്കൊണ്ടിരുന്നു. അവസാനം ശ്വാസം എടുക്കാനാകാതെ കിതച്ചുകൊണ്ട് ആകാശം നോക്കി മലർന്നു കിടന്നു. ആകാശത്തേക്ക് നോക്കി കിടക്കുന്നതിനിടയിൽ വരുൺ പറഞ്ഞു. നോക്ക് ബ്രോ, എന്റെ നെഞ്ചിലാകെ വേദനയും ഭാരവും തോന്നും. അത് മറക്കാനായിട്ടാ ശരീരത്തിനെ നോവിക്കാൻ തീരുമാനിച്ചേ. പക്ഷെ യാതൊരു യൂസും ഉണ്ടായില്ല. ആ വേദന അതുപോലെ അവിടെ തന്നെയുണ്ട്. എന്തായിരിക്കും ബ്രോ അത്? സഞ്ജു തല തിരിച്ച് വരുണിനെ നോക്കി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി കിടന്നു. വരുണിന് വേദനയുണ്ടെന്ന് കേട്ടത് സഞ്ജുവിനെ വിഷമിപ്പിച്ചില്ല, മറിച്ച് അവന് സന്തോഷം നൽകി. സഞ്ജു ചിന്തിക്കാൻ തുടങ്ങി. വരുണിന് 12 വയസ്സുള്ളപ്പോഴാ ഒരു അപകടം അവന്റെ ജീവിതം മാറ്റിമറിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ വരുണിന്റെ ജീവിതത്തില് സന്തോഷത്തിന്റെ ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. വരുൺ തന്റെ വികാരങ്ങൾ ആരോടും പ്രകടിപ്പിച്ചിരുന്നില്ല. വരുണിനെ കണ്ട മുതൽ അവൻ ഒന്നിനെ കുറിച്ചും പരാതി പറഞ്ഞ് കേട്ടിട്ടില്ല. അവന്റെ ലൈഫ് എപ്പോഴും ഏകാന്തവും നിറങ്ങളില്ലാത്തതുമായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായി വരുൺ പരാതി പറഞ്ഞിരിക്കുന്നു. അവന് വേദനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരീരമല്ല, മറിച്ച് മനസ്സ്. ഡോക്ടർ പറഞ്ഞതുപോലെ
അവന്റെ ഉള്ളിൽ വികാരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നതിന് വേറെ തെളിവിന്റെ ആവശ്യമില്ല. എന്താണ് ബ്രോ, നിന്റെ ഉള്ളിലെ സ്റ്റോൺ ഹാർട്ട് ഉരുകി തുടങ്ങിയോ? അവിടെ വേദന ഏൽപ്പിക്കാൻ മാത്രം പവറുള്ള എന്തായുധമാ ഇവിടെ ഉള്ളത്? വരുണിനെ നോക്കി അവന്റെ വേദനയുടെ കാരണം അന്വേഷിച്ചു സഞ്ജു. കീർത്തി ബ്രോ, അവളുടെ വാക്കുകളാ എന്നെ മുറിവേൽപ്പിച്ച്. വരുൺ അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ആകാശത്തേക്ക് നോക്കി തുടർന്നു. അവൾ എന്നെ ശരിക്കും സ്നേഹിക്കുന്നു ബ്രോ. ഞങ്ങളുടെ വിവാഹം ഒരു കരാറ് പ്രകാരമാണെന്ന് അറിഞ്ഞിട്ടും അവൾ എന്നെ അത്രമേൽ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവൾ എൻ്റെ അടുത്തുനിന്ന് ഒന്നും ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഒന്നും ആവശ്യപ്പെടുന്നുമില്ല. പക്ഷെ ഒരേ ഒരു കാര്യം അവളുടെ ഉള്ളിലുണ്ട്. ഈ മുഖംമൂടിയുടെ മറവിലല്ലാതെ അവൾക്ക് എന്നെ ഒരിക്കലെങ്കിലും കാണണം. അത് തെറ്റാണെന്ന് പറയാനും പറ്റില്ല. ശരിക്കും ഞാൻ അവളോട് ചെയ്യുന്നത് വലിയ ദ്രോഹമാണല്ലേ. അതിന് നീ എന്താ തീരുമാനിച്ച്? അവൾക്ക് മുന്നിൽ സത്യം തുറന്നു കാണിക്കോ? വരുണിന്റെ വാക്കുകൾ കേട്ട് സഞ്ജു എഴുന്നേറ്റിരുന്നു. അവൻ വരുണിനോട് ആകാംക്ഷയോടെ ചോദിച്ചു. വരുണിന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദന ഉയർന്നു. അവൻ സഞ്ജുവിനെ നോക്കി മറുപടി പറഞ്ഞു. ഇല്ല, എനിക്ക് അവളോട് സത്യം പറയാൻ കഴിയില്ല. അവൾക്ക് മുന്നിൽ എന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിക്കുകയാണെങ്കിൽ ചിലപ്പോ. പെട്ടെന്ന് ഏതോ അജ്ഞാത ചിന്തയിൽ ഭയന്ന് വരുണിരുന്നു. അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ആ നിശബ്ദതയെ ഭേദിച്ച് വരുൺ പറഞ്ഞു. ഞാനിപ്പോ അവളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ കാരണം അവൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞാൻ എന്നെ അവൾക്കായി നൽകാൻ പോവാ. നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത എല്ലാ യാത്രകളും ക്യാൻസൽ ചെയ്തേക്ക്. ഞാൻ അവളെ വിട്ട് എവിടേക്കും പോകുന്നില്ല. അവൾക്കിപ്പോ എന്നെ ആവശ്യമുണ്ട്. എനിക്ക് അവളെ. വരുൺ ഇതും പറഞ്ഞ് എഴുന്നേറ്റ് അകത്തേക്ക് പോകാൻ തുടങ്ങി. അവൻ പറഞ്ഞത് പ്രോസസ് ചെയ്തെടുത്തതും സഞ്ജു അവന്റെ പിന്നാലെ ഓടി. പിറകിൽ നിന്നും വരുണിനെ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. വരുണ, നീ ഇപ്പൊ കാണിക്കുന്നത് വിഡ്ഢിത്തമാ. നിനക്ക് നിന്റെ യാത്രകൾ ഒഴിവാക്കാൻ കഴിയില്ല. അതെല്ലാം ബിസിനസ് മീറ്റിങ്ങുകളാ. നിന്നെ വിശ്വസിച്ച് ഒരുപാട് പേര് ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. നീ ഇല്ലാതെ അതെല്ലാം വെറുതെ ആയി പോവും. പെട്ടെന്നൊരു പിന്മാറ്റം നമുക്ക് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ ചതിക്കുന്നതിന് തുല്യമാണത്. അവരുടെ എല്ലാം നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനം നീ എടുത്ത ഭാവിയിൽ അവരെല്ലാം നിന്റെ ശത്രുക്കളായി മാറും. അത് നിന്റെ ലൈഫിനെ ആകെ താളം തെറ്റിക്കും. സഞ്ജു പുറകെ നടന്ന് വിളിച്ചു പറഞ്ഞതൊന്നും വരുൺ ചെവിക്കൊണ്ടില്ല. അകത്തേക്ക് കയറുന്നതിന് മുന്നേ സഞ്ജുവിനെ നോക്കി പറഞ്ഞു. ഇതുവരെയും എന്റെ ലൈഫിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ ജീവിക്കാൻ ഞാനൊരു ലക്ഷ്യം കണ്ടെത്തി. സഞ്ജു, ഇനി മരണത്തിനെ പോലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ കീർത്തിയെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. എന്തു വന്നാലും അതിനൊരു മാറ്റവും. സഞ്ജുവിനെ തനിച്ചാക്കി വരുൺ ഉറങ്ങാൻ പോയി. രാവിലെ 11 മണിയോടെ വരുൺ ഉറക്കമുണർന്നു. കീർത്തി ഇതുവരെയും ഉണർന്നിട്ടില്ലെന്ന് കുറുപ്പേട്ടനിൽ നിന്ന് അവൻ അറിഞ്ഞു. വരുൺ അവളെ വിളിക്കാനായി മുകളിലേക്ക് പടികൾ കയറാൻ തുടങ്ങി. വരുൺ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ബെഡിൽ കീർത്തി തലയിൽ പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. അവൻ ആശങ്കയോടെ കീർത്തിയുടെ അടുത്ത് ചെന്നിരുന്നു. എന്താ എന്താ പറ്റിയേ? സുഖമില്ലേ? ഡോക്ടറെ വിളിക്കണോ? ഹേയ് വേണ്ട, എനിക്ക് ചിലപ്പോ ഹാങ് ഓവർ ആയിരിക്കും അല്ലേ. തലയാകെ വെട്ടിപ്പൊളിയുന്ന പോലെ, കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല. കീർത്തി സംസാരിക്കാൻ പോലും കഴിയാതെ തലയിൽ പിടിച്ചിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവളുടെ മുഖമാകെ വേദന കൊണ്ട് ചുളുങ്ങിപ്പോയിരുന്നു. അത് കണ്ടതും വരുണിൽ വെപ്രാളമായി. അവൻ വളരെ വേഗത്തിൽ പുറത്തെത്തി സഞ്ജുവിനെ ഉറക്കെ വിളിച്ചു. സഞ്ജു, ഡോക്ടറെ വിളിക്ക്. കീർത്തിക്ക് സുഖമില്ല. അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇത് ഹാങ് ഓവറിന്റെ പ്രശ്നമല്ല, വേറെന്തോ ആണ്. അവൾ അവിടെ റൂമിൽ കിടന്ന് കരയാ. കീർത്തിയുടെ വേദന വരുണിനെ ഭ്രാന്തനാക്കുന്ന തരത്തിലുള്ളതായിരുന്നു. വരുണിന്റെ അവസ്ഥ കണ്ട് സഞ്ജു അമ്പരന്ന് നിന്നുപോയി. കീർത്തിക്ക് എന്തു പറ്റി? വരുൺ തന്റെ സത്യങ്ങൾ അവൾക്ക് മുന്നിൽ വെളിവാക്കുമോ? കീർത്തിയെ രക്ഷിക്കാൻ വരുണിനാകുമോ?